എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ലോകത്ത് എല്ലാവരും ഒരു മത്സരപ്പന്തയം പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം ടെൻഷനുകളും ആശങ്കകളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും നിറഞ്ഞതാണ്. എന്നാൽ ഈയിടെയായി ആളുകൾ അവരുടെ മനസ്സിന് വിശ്രമം നൽകേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ധ്യാനത്തിലേക്കും യോഗ പരിശീലനങ്ങളിലേക്കും തിരിയുന്നു. നഗരത്തിലുടനീളം പലതരം ധ്യാനങ്ങൾ പരിശീലിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സവിശേഷമായ ഒന്നിനെക്കുറിച്ചാണ്. ആൽഫ മൈൻഡ് പവർ. ആൽഫ മൈൻഡ് പവറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള അതിൻ്റെ ശക്തിയെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇക്കാലത്ത് എല്ലാവരും ധ്യാനം പരിശീലിക്കുന്നുണ്ട്. പലതരം ധ്യാനങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ പേരുമുണ്ട്. നമ്മളിവിടെ പറയുന്നത് ആൽഫ മൈൻഡ് പവറിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. നമ്മൾ ആൽഫ എന്ന് പറയുമ്പോൾ തലച്ചോറിലെ ഒരു തരംഗ ദൈർഘ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രെയിൻ വേവ് ഫ്രീക്വൻസി. തലച്ചോർ പ്രവർത്തിക്കുമ്പോൾ അത് വൈദ്യുത തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇതിനെയാണ് ബ്രെയിൻ വേവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞർ ഇതിനെ 4 തലങ്ങളായി തിരിച്ചിട്ടുണ്ട്: ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ. ബീറ്റ തലത്തിൽ തലച്ചോറ് ഒരു സെക്കൻഡിൽ 14 സൈക്കിളിൽ കൂടുതൽ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. പിന്നീട് ആൽഫ തലത്തിൽ ഇത് സെക്കൻഡിൽ 7 മുതൽ 14 സൈക്കിൾ വരെ പുറപ്പെടുവിക്കുന്നു. തീറ്റ 4 മുതൽ 7 വരെയും ഡെൽറ്റ 0 മുതൽ 4 വരെയുമാണ്. ഇവയാണ് വിവിധ തലങ്ങൾ. ബീറ്റ എന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ, ബോധവാന്മാരായിരിക്കുമ്പോൾ, സാധാരണ നിലയിലായിരിക്കുമ്പോൾ, കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ ഉള്ള തലമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നമ്മൾ ബീറ്റ തലത്തിലാണ് ചെയ്യുന്നത്. ബീറ്റ തലത്തിൽ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും. കാരണം 14 സൈക്കിളിന് മുകളിൽ ചിലപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിലും വളരെ ശാന്തരായിരിക്കും. ഒരു പത്രം വായിക്കുകയോ ടി വി കാണുകയോ വെറുതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി ഏകദേശം 15, 16, 17 ആയിരിക്കും. എന്നാൽ ഒരാൾ വളരെ ആവേശത്തിലായിരിക്കുമ്പോൾ, ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ അത് സെക്കൻഡിൽ 25, 26 സൈക്കിൾ വരെ പോകാം. അതുപോലെ ഒരാൾക്ക് അപസ്മാരം വരുമ്പോൾ അത് 40, 50 വരെ പോകാം. അതാണ് ബീറ്റ തലം. അത് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ആൽഫ തലം 7നും 14നും ഇടയിലാണ്. ഈ സമയത്താണ് ഒരാൾ വളരെ ശാന്തനാകുന്നത്. ബ്രെയിൻ വേവ് ഫ്രീക്വൻസി 14ൽ താഴെയാകുന്നു. അതിനെയാണ് നമ്മൾ ആൽഫ തലം എന്ന് പറയുന്നത്. ഇത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു തലമാണെന്നും നമ്മൾ പറയാറുണ്ട്. കാരണം ഒരാൾ ആൽഫ തലത്തിലായിരിക്കുമ്പോൾ അത് ഏകദേശം ഉറക്കം പോലെയാണ്. പക്ഷേ അത് ഉറക്കമല്ല. കാരണം നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധമുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം കേൾക്കാൻ കഴിയും. അതുപോലെ താൻ ഉണർന്നിരിക്കുകയാണെന്ന് ഒരാൾക്ക് തോന്നുന്ന ഒരു തലവുമാണിത്. കാരണം അയാൾക്ക് എല്ലാം കേൾക്കാം, പക്ഷേ പൂർണ്ണമായും ഉണർന്നിട്ടുമില്ല. അങ്ങനെ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ആ അതിർവരമ്പിനെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്. അത് വളരെ ശാന്തമായ, അതേസമയം വളരെ ശക്തമായ ഒരു മാനസികാവസ്ഥയാണ്. പിന്നീട് നമുക്ക് തീറ്റയുണ്ട്. 4നും 7നും ഇടയിൽ. ഒരാൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോഴുള്ള തലമാണിത്. അയാൾക്ക് പുറത്തുള്ള ഒരു ശബ്ദവും കേൾക്കാൻ കഴിയില്ല. അവസാനത്തേത് ഡെൽറ്റ. 0 മുതൽ 4 വരെ. 4 എന്നത് ഗാഢനിദ്രയുടെ തലമാണ്. 3 മുതൽ 1 വരെയുള്ളതിനെ നമ്മൾ കോമ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരാളുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി 3നും 1നും ഇടയിൽ തുടരുകയും അതിനു മുകളിലേക്ക് വരാതിരിക്കുകയും ചെയ്താൽ ആ വ്യക്തി കോമയിലാണെന്ന് നമ്മൾ പറയും. 0ൽ എത്തുമ്പോൾ നമ്മൾ അതിനെ മസ്തിഷ്ക മരണം എന്ന് വിളിക്കുന്നു. തലച്ചോറ് പ്രവർത്തനം നിർത്തുന്നു. ഇവയാണ് 4 തലങ്ങൾ. ആൽഫ മൈൻഡ് പവറിൽ നമ്മൾ ചെയ്യുന്നത് റിലാക്സേഷൻ പരിശീലനത്തിലൂടെ നമ്മൾ ശരീരത്തെ വിശ്രമിപ്പിക്കുന്നു. പിന്നീട് മനസ്സിനെ വിശ്രമിപ്പിക്കുന്നു. അപ്പോൾ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി താഴേക്ക് വരികയും 14ൽ താഴെയാവുകയും ചെയ്യുന്നു. അത് 14ൽ താഴെയാകുന്ന നിമിഷം നമ്മൾ മനസ്സിൻ്റെ ആൽഫ തലത്തിലായിരിക്കും. നമ്മൾ ആൽഫ തലത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കുകയാണ്. അതാണ് ഈ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി തലത്തിൻ്റെ പ്രത്യേകത. ഒരാൾക്ക് തീറ്റയിലോ ഡെൽറ്റയിലോ ധ്യാനിക്കാൻ സാധിക്കും. നമ്മുടെ സിദ്ധന്മാർ ഡെൽറ്റ തലത്തിലാണ് സമാധി അനുഭവിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് തീറ്റയിലും ഡെൽറ്റയിലും തുടർന്നാൽ മാത്രം പോരാ. കാരണം അവിടെ നിങ്ങൾക്ക് ആ തലം ആസ്വദിക്കാൻ കഴിയും. ധ്യാനം ആസ്വദിക്കാം. പക്ഷേ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി വളരെ കുറവായതുകൊണ്ട്
ബോധപൂർവം ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയില്ല. ആ തലത്തിൽ ചിന്തകളില്ല. അതേസമയം നമ്മൾ ആൽഫ തലത്തിലായിരിക്കുമ്പോൾ ധ്യാനത്തിൽ തുടരാനും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്കായി പ്രോഗ്രാം ചെയ്യാം. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സ്ഥാപിക്കാം. ആൽഫ തലത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ധ്യാനം ആൽഫ ധ്യാനമായതും ആ പരിശീലനത്തെ ആൽഫ മൈൻഡ് പവർ എന്ന് വിളിക്കുന്നതും. ഇത് മനസ്സിൻ്റെ ശക്തിയെ ശരിക്കും മെച്ചപ്പെടുത്തുന്നു. ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നത് ശാന്തവും എന്നാൽ വളരെ ശക്തവുമായ ഒരു അവസ്ഥയാണ്. ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ഫലം തരുന്ന ഒന്നിനാണ് ആവശ്യം. ആളുകൾക്ക് തൽക്ഷണ ഫലമാണ് വേണ്ടത്. ധ്യാനം പോലും ക്ലോക്കിൽ നോക്കിയാണ് ചെയ്യുന്നത്. ശരീരം റിലാക്സ് ചെയ്യുക, മനസ്സ് റിലാക്സ് ചെയ്യുക, ആൽഫ തലത്തിലെത്തുക. ഒരാൾ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഒരു മനസ്സുണ്ട്, ഓരോരുത്തർക്കും ഒരു ഉപബോധ മനസ്സുണ്ട്. അതിനാൽ മനസ്സിൻ്റെ ഈ പ്രത്യേക തലം എല്ലാവരും അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. എന്നിട്ട് ഉപബോധ മനസ്സിനെ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങളോ ജീവിതത്തിൽ മാറ്റാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളോ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളോ എന്തായാലും ഒരാൾ ആൽഫ തലത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് കൂടുതൽ എളുപ്പമാകും. കാരണം അത് മനസ്സിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയാണ്. അതിനെ ഒരു ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് പറയാം. ബീറ്റ വളരെ വേഗതയേറിയതാണ്, എന്നാൽ ആൽഫ കൂടുതൽ ശക്തമാണ്. എന്തുകൊണ്ടാണ് ആൽഫ തലം കൂടുതൽ ശക്തമാവുന്നത്? നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ബീറ്റ തലത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, പിന്നീട് ഖേദിക്കുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നു. അത് ബീറ്റ തലത്തിലാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് വാക്കുകൾ പറഞ്ഞു പോകുന്നു, തർക്കങ്ങളിൽ ഏർപ്പെടുന്നു, ഒരുപാട് സംസാരിക്കുന്നു, പിന്നീട് അങ്ങനെ സംസാരിക്കരുതായിരുന്നു എന്ന് ഖേദിക്കുന്നു. അതും ബീറ്റ തലത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അതേസമയം ഒരു വ്യക്തി ദിവസവും ആൽഫ തലത്തിൽ പരിശീലിക്കുകയും ധ്യാനിക്കുകയും ആ തലവുമായി പൊരുത്തപ്പെടുകയും ചെയ്താൽ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ എപ്പോഴും ആൽഫ ബീറ്റ അതിർവരമ്പിൽ ആയിരിക്കും. നിങ്ങൾ ഉയർന്ന ബീറ്റ അവസ്ഥയിലേക്ക് പോകില്ല. ഇതിൻ്റെ പ്രയോജനം എന്തെന്നാൽ സാഹചര്യം മോശമായാലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകില്ല. നിങ്ങൾക്ക് ശാന്തമായ അവസ്ഥയിൽ തുടരാനും സാഹചര്യം കൈകാര്യം ചെയ്യാനും കഴിയും. കാരണം നിങ്ങൾ അതിർവരമ്പിൽ ആയിരിക്കും. ആൽഫയിൽ ധ്യാനിക്കുമ്പോൾ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ജീവിതത്തിൽ പല കാര്യങ്ങൾ നടപ്പിലാക്കാനും കൂടുതൽ എളുപ്പമാകും. കാരണം നിങ്ങൾ മനസ്സിൻ്റെ മറ്റൊരു തലത്തിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഒരാൾ ആൽഫ തലത്തിലായിരിക്കുമ്പോൾ ഉള്ളിലുള്ള ആ ശക്തി അയാൾക്ക് അനുഭവപ്പെടുന്നു. ഉപബോധ മനസ്സ് തുറന്നിരിക്കുന്നു. ജീവിതത്തിലെ പല കാര്യങ്ങൾക്കുമായി പ്രോഗ്രാം ചെയ്യാം. നമ്മൾ ശക്തമായ ഒരു മാനസികാവസ്ഥയിലായിരിക്കുമ്പോൾ മറ്റൊരാളുടെ ഉപബോധ മനസ്സിൽ പ്രവേശിക്കാൻ പോലും സാധിക്കും. അവരോട് നേരിട്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അവരുടെ ഉപബോധ മനസ്സിൽ സ്ഥാപിക്കാം. അത് അവരുടെ ഉപബോധ മനസ്സിലേക്ക് പോകുകയും അവരിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കുകയും ചെയ്യും. ഒരാൾ ആൽഫ മൈൻഡ് പവർ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പല ബന്ധങ്ങളും ശരിയായി വരാറുണ്ട്. സ്ട്രെസ് ഇല്ലാതാവുമ്പോൾ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പക്ഷേ ഒരു രോഗമോ അസുഖമോ ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ രോഗശാന്തി സംഭവിക്കുന്നതായും വിഷ്വലൈസ് ചെയ്യാം. ആൽഫ തലം വളരെ ശക്തമായ ഒരു മാനസികാവസ്ഥയായതുകൊണ്ട് നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും വേണ്ടി രോഗശാന്തി വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി ആൽഫ തലത്തിൽ പഠിക്കുകയും ആൽഫ തലത്തിൽ പരീക്ഷ എഴുതുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ സമയം ആൽഫ തലത്തിലായിരിക്കും. അപ്പോൾ അവർക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്ന ഒന്ന് വികസിക്കാൻ തുടങ്ങും. അവർ പഠിക്കുന്ന പേജുകൾ പ്രധാനപ്പെട്ടവ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. മനസ്സ് ഒരു ക്യാമറ പോലെ ആ പേജുകൾ ക്ലിക്ക് ചെയ്യുന്നു. ഓരോ വ്യക്തിയും ഇത് പരിശീലിക്കാൻ തുടങ്ങിയാൽ പോസിറ്റീവ് ചിന്തകളുള്ള ഊർജ്ജസ്വലരായ ഒരു സമൂഹത്തെ ഭാവിയിൽ കാണാൻ കഴിയും. എനിക്ക് നിങ്ങളോട് നല്ലവരാകാൻ പറയാം, നിങ്ങൾക്ക് എന്നോട് നല്ലവരാകാൻ പറയാം, നമുക്ക് മറ്റുള്ളവരോട് നല്ലവരാകാൻ പറയാം. അപ്പോൾ ഭൂമിയിൽ ഒരു സ്വർഗം തന്നെയുണ്ടാകും. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.